ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ മസാലയാണ്. നമ്മൾ വേപ്പിലും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. അതിൽ സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അരക്കൂലേ, അതിൽ നമ്മൾ ഈ 2 ഐറ്റം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ സബോള എടുക്കുക. സബോള ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 എണ്ണം എടുത്തിട്ടുള്ളൂ, ഒരു മീഡിയം സൈസ് കേട്ടോ. പിന്നെ ചട്ടി വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പട്ട, കരാമ്പൂ, ഏലക്കായ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം കുറച്ചധികവും പിന്നെ ചെറിയ ജീരകം കുറച്ചും, ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്മെല്ലായി വരുമ്പോഴത്തേനും സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സബോള നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. തക്കാളി അരിഞ്ഞെടുക്കുമ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് വലിയൊരു തക്കാളിയാണ്. ഇപ്പോൾ ഈവൻ സബോള ആണെങ്കിലും ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. കുറേ പേരൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്, 4 സബോളയും അതുപോലെ തന്നെ 4 തക്കാളിയൊക്കെ എടുത്തിട്ടും. പക്ഷെ അത്രയും വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. കാരണം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സബോളയുടെ ആ ഒരു മധുരം എനിക്കധികം ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ തക്കാളിയുടെ പുളി അധികം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വരുമ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടായില്ല ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ച് കൊടുക്കുക. ഇനി മസാലപ്പൊടിയാണ് വേണ്ടത്. അതിലേക്ക് മുളക് പൊടി ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടി ഓപ്ഷണലാണ്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ പച്ചമസാല ഇട്ടിട്ടാണല്ലോ അരച്ചേക്കണത്. ചിയാക്ക് ഇഷ്ടമില്ലാത്ത കാരണമാണ് അങ്ങനെ ഇടാത്തത്. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉള്ളതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മസാല അരച്ച് വെച്ചേക്കണതുണ്ടല്ലോ, സ്പെഷ്യൽ മസാല, അത് നമുക്ക് ഈ വഴറ്റി വെച്ചേക്കണ ഉള്ളിയും തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മണം ഒന്ന് സെറ്റായി വരുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ മസാലപ്പൊടികൾ എടുത്ത് വെച്ചേക്കണുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം ഈ ഒരു പരിവായി വരുമ്പോഴത്തേനും നമുക്ക് മിക്സി കഴുകി വെച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തൊരു സംഭവം, പൊട്ടറ്റോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്. അത് ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്, സോറി ഗൈസ്. അപ്പോൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് തിളച്ച് വരുമ്പോൾ പൊട്ടറ്റോ ഇട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങിന് അധികം വേവൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ഇളക്കി സെറ്റാക്കി വന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് വെന്ത് തിളച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.